ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഷിം വ്ലോഗ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നലെ മുതൽ, അതായത് ഞായറാഴ്ച മുതൽ കുവൈത്തിൽ കർഫ്യൂ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. വൈകുന്നേരം 5 മണി മുതൽ വെളുപ്പിന് 4 മണി വരെയാണ് കർഫ്യൂ. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു എമർജൻസി ഡോക്ടറെ കാണേണ്ട എന്തെങ്കിലും അത്യാവശ്യം വരികയാണെങ്കിൽ ഗവൺമെൻറ് ഒരു പെർമിറ്റ് ഇറക്കിയിട്ടുണ്ട്. ഓൺലൈൻ വഴിയാണ് അത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. നിങ്ങൾ ഡോക്ടറെ കാണേണ്ട സമയം, നിങ്ങൾ പോകുന്ന വാഹനം, നിങ്ങളുടെ സിവിൽ ഐ ഡി, മറ്റു വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ടുള്ള ഒരു ഓൺലൈനായിട്ടുള്ള ഒരു പെർമിറ്റാണ്. ഈ ഒരു പെർമിറ്റ് ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് വെളിയിൽ സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ. ഏതെങ്കിലും രീതിയിൽ പോലീസിൻ്റെയോ സൈന്യത്തിൻ്റെയോ ചെക്കിംഗ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പെർമിറ്റ് അവരെ കാണിക്കാവുന്നതാണ്. ഈ ഒരു പെർമിറ്റിൻ്റെ ലിങ്ക്, ഇതിൻ്റെ എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ള ലിങ്ക് ഞാൻ എൻ്റെ ഈ വീഡിയോയുടെ താഴെ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഡോക്ടറെ കാണുന്നതിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പെർമിറ്റ് ഫില്ല് ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ഇന്ന് അറിയേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ന്യൂസുകളുമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ കൂട്ടുകാർക്കും ഷിം വ്ലോഗ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ കർഫ്യൂ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. വൈകുന്നേരം 5 മണി മുതൽ 4 മണി വരെ. ഈ ഒരു കർഫ്യൂ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 വർഷം തടവോ അതല്ലെങ്കിൽ 10,000 ദിനാർ പിഴയോ ആണ് ഈടാക്കുക. അപ്പോൾ അതുകൊണ്ട് ഈ കർഫ്യൂമായിട്ട് എല്ലാ ആളുകളും സഹകരിക്കുക. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസാണ് ഇന്ന് മെയിനായിട്ട് നിങ്ങളോടുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഇന്നലെ ആരംഭിച്ച കർഫ്യൂ പല ആളുകൾക്കും അറിയില്ല. അതായത് ചില ആളുകൾ അത്രയും ഗൗരവത്തോടെ അത് എടുത്തിട്ടില്ല. അതിൻ്റെ ഫലമായിട്ട് പല ആളുകളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റ് ദിവസമായതുകൊണ്ട് താക്കീത് ചെയ്ത് വിടുകയാണ് ഉണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. നിലവിൽ കുവൈത്തിൽ 188 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതിൽ തന്നെ ഇന്നലത്തെ റിപ്പോർട്ട് അനുസരിച്ചുകൊണ്ട് 30 പേർ രോഗമുക്തമായിട്ട് ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്. ഇനി 158 പേരാണ് നിലവിൽ ഈ ഒരു രോഗത്തിന് ചികിത്സയിലുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട ന്യൂസും പറയുന്നത് കുവൈത്തിൽ പൊതുമാപ്പ് വരാൻ പോകുന്നു എന്നുള്ള ചെറിയ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. നിലവിൽ 1 ലക്ഷത്തോളം അനധികൃതമായിട്ടുള്ള താമസക്കാരാണ് കുവൈത്തിൽ ഉള്ളത്. അപ്പോൾ ഈ അവസരത്തിൽ വിസ ഇല്ലാത്ത ആളുകൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നല്ലൊരു അവസരമാണ് വരുന്നത്. നിങ്ങൾക്ക് ഫൈൻ ഇല്ലാതെ, അതുപോലെ തന്നെ ഗവൺമെൻറ് ടിക്കറ്റിൽ നിങ്ങൾ നാട്ടിൽ പോയി പുതിയ വിസയിൽ വരാനായിട്ടുള്ള ഒരു അവസരമാണ് കൈവരുന്നത്. ഇതിൻ്റെ ചർച്ചകളൊക്കെ നടക്കുന്നതുള്ളൂ. ഇതിൻ്റെ മിക്കവാറും ഉണ്ടാകും എന്നുള്ള രീതിയിലൊക്കെയാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അപ്പോൾ കുവൈത്തിൽ അനധികൃതമായിട്ട് താമസിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് മലയാളികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക. മറ്റൊരു പ്രധാനപ്പെട്ട ന്യൂസ് എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ സന്ദർശനം ചുരുക്കിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 1 മണി മുതൽ വൈകിട്ട് 3 മണി വരെയാണ് ഹോസ്പിറ്റലുകൾ രോഗികളെ സന്ദർശിക്കാനായിട്ടുള്ള ഒരു സമയം ക്രമപ്പെടുത്തിയിരിക്കുന്നത്. കഴിയുന്നതും നിങ്ങൾ ഹോസ്പിറ്റലുകൾ സന്ദർശിക്കാതിരിക്കുക. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. നിങ്ങൾ ഹോസ്പിറ്റലിൽ അത്രയും അത്യാവശ്യമുള്ള എന്തെങ്കിലും രോഗികളെ സന്ദർശിക്കാനുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഹോസ്പിറ്റലിൽ പോവുക, അതല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ജമിയയുടെ പ്രവർത്തനങ്ങൾ രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ ആക്കിയിരിക്കുന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരേ സമയത്ത് 50 പേർക്കാണ് നമുക്ക് ജമിയയിൽ പ്രവേശിക്കാനും സാധനം മേടിക്കാനും സാധിക്കുക എന്നും കൂടെ ഇന്നത്തെ റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ അതും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇന്ത്യയിലെ ന്യൂസ് എന്ന് പറയുന്നത്, ഇന്നലെ ഞായറാഴ്ചയായിരുന്നു, 22-ാം തീയതിയായിരുന്നു. ഇന്നലെ നമ്മുടെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരുന്ന ജനതാ കർഫ്യൂ വളരെ നല്ല രീതിയിൽ അവസാനിച്ചു. പക്ഷേ നമുക്കറിയാം, നമ്മൾ കേരളത്തിലല്ല ഉത്തരേന്ത്യയിൽ പല സ്ഥലങ്ങളിലും അത് വേറൊരു പ്രതിഫലനമാണ് ഉണ്ടാക്കിയതെന്ന് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കാണും. വീട്ടിലിരിക്കണം എന്നുള്ള നിർദ്ദേശത്തെ ആ ഒരു സമയത്തിൽ എല്ലാം അവഗണിച്ചുകൊണ്ട് വലിയൊരു ഗ്യാങ്ങായിട്ട് പ്രധാനമന്ത്രിയുടെ ആഹ്വാനപ്രകാരം ഉള്ള ചെറിയ കലാപരിപാടികളൊക്കെ നടന്നു. അത് നിങ്ങളെല്ലാവരും കണ്ടു കാണും. അതിനോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്, കേരളത്തിൽ ഈ ജനതാ കർഫ്യൂ വളരെ നല്ല രീതിയിൽ തന്നെ നടന്നു. സംസ്ഥാനത്ത് ഇപ്പോൾ കർഫ്യൂ നീട്ടിയിരിക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ 7 ജില്ലകൾ നിലവിൽ അടച്ചിരിക്കുകയാണ്. കോവിഡിൻ്റെ കുറച്ച് സ്ഥിരീകരണം ഉള്ളതുകൊണ്ട് 7 ജില്ലകൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇന്ത്യയിൽ ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചത് 7 പേരാണ്. 370 പേര് നിലവിൽ ചികിത്സയിലുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഇതുപോലുള്ള ന്യൂസുകളും റിപ്പോർട്ടുകളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ.